നീറ്റ് 2023 ആസ്പിരൻസിലൂടെ എന്നുള്ള വീഡിയോയിലെ നെക്സ്റ്റ് വീഡിയോയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു, ഞാൻ തുടക്കം മുതൽ തന്നെ 12 hours പഠിക്കണോ, അല്ലെങ്കിൽ ഞാൻ അതിൽ 12 hours ഡെയിലി പഠിക്കണം എന്ന് മെൻഷൻ ചെയ്തപ്പോൾ അത് തുടക്കം മുതൽ ചെയ്യേണ്ടതാണോ, അല്ലെങ്കിൽ ആ 12 hours ഞാൻ ക്ലാസ് കാണുന്ന ടൈം ആഡ് ചെയ്യോ, ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈം ആഡ് ചെയ്യോ, ഇത്രയധികം സമയം തുടക്കം മുതൽ തന്നെ ഇരിക്കേണ്ടതാണോ എന്നുള്ള കുറേ സംശയങ്ങൾ. അപ്പോൾ ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു കോമ്പറ്റീഷൻ എക്സാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നീറ്റ് പോലുള്ള ഹയർ ആയിട്ടുള്ള എന്ത് കോമ്പറ്റീഷൻ എക്സാമിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫുൾ എഫേർട്ട് അതിൽ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡേയിൽ നമ്മൾ എത്ര സമയം ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്തെല്ലാം കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പഠനത്തിന് വേണ്ടി ഇരിക്കുന്നതെന്നാണ്. നമുക്ക് അതിന്റെ കൂടെ തന്നെ എൻജോയ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ കൂടെ തന്നെ നമ്മൾ ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊരു ഫുൾ കോൺസെൻട്രേഷൻ അതിൽ കിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി അവർ വീട്ടിലെ എല്ലാ ജോബും കഴിഞ്ഞ് ബാക്കി വരുന്ന 9 മണിക്കൂർ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നത് 12-14 മണിക്കൂർ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ 24 hours റിമൈനിങ് ടൈം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇരിക്കുന്ന സമയത്തിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു സമയത്ത് 12 മണിക്കൂർ ഈ ഒരു പ്രായത്തിൽ നമ്മുടെ ഈ ഒരു ഏജിൽ 12+ മണിക്കൂർ ഇരിക്കുക എന്നുള്ളത് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങളെ എഫേർട്ട് മാക്സിമം ഇൻവോൾവ് ചെയ്യിക്കുക, ബാക്കിയുള്ള കാര്യത്തിനൊന്നും ഇൻവോൾവ് ചെയ്യാണ്ട് ഇരിക്കുക എന്നുള്ളതാണ് നീറ്റ് എലോൺ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ചെയ്യേണ്ടത്. നമുക്കറിയാം +2 നമുക്ക് പഠിക്കുമ്പോൾ വേറെയുള്ള സബ്ജക്റ്റിനും സ്കൂളിലെ പല ഇവൻറ്റിനും റെക്കോർഡിനും പല കാര്യത്തിനും നമ്മൾ എഫേർട്ട് ഇടേണ്ടി വരും. അതിൻ്റെ കൂടെ സ്കൂളിലെ ഇവൻറ്റിനൊക്കെ നമ്മൾ പല സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതല്ലാണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റെസ്റ്റിന് വേണ്ടിയോ അല്ലെ ബാക്കിയുള്ള ഒരു എൻജോയ്ഫുൾ ഇവൻറ്റിനും വേണ്ടി നമ്മൾ പല സമയങ്ങളും മാറ്റി വെക്കുക ആണെങ്കിൽ ആ ബാക്കിയുള്ള വരുന്ന സമയം നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തി ഒരു 10 മണിക്കൂർ നമ്മൾ പഠിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ മൂവ് ചെയ്താൽ പോരാ. നമുക്ക് അവൈലബിൾ ഒരു ഡേയിൽ അവൈലബിൾ ആയിട്ടുള്ള നിർബന്ധിതമായിട്ട് നമ്മൾ ചെയ്യേണ്ട വർക്കുകൾ കഴിഞ്ഞ് മാറ്റി വെക്കുന്ന കംപ്ലീറ്റ് സമയവും നമ്മൾ നീറ്റിന് വേണ്ടി തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ആ 12 മണിക്കൂറിലേക്ക് വരാം. ഈ 12 മണിക്കൂറിൽ എന്തൊക്കെ ഇൻവോൾവ് ചെയ്യും? നിങ്ങൾ പഠിക്കുന്ന ഈ പഠനം എന്നുള്ളത് നമുക്കറിയാം, നമുക്കൊരു ട്രെയിനിങ് ആണ്. ബൈ ഹാർട്ട് ചെയ്ത് ഓരോ കണ്ടന്റുകൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ക്ലാസ് കാണുന്നതോ മാത്രമല്ല, അല്ലെങ്കിൽ വായിക്കുന്നതോ മാത്രമല്ല, നമ്മൾ നീറ്റിന് വേണ്ടി പ്രിപ്പറേഷനിലെ മെയിൻ 4 കാര്യങ്ങളാണല്ലോ. ഒന്നെങ്കിൽ നിങ്ങൾ ക്ലാസ് കാണുന്നതോ, അത് ക്ലാസ് റൂമിലോ വീഡിയോ ലെക്ചേഴ്സോ ലൈവ് ക്ലാസ്സസോ ഏതാണെങ്കിൽ ക്ലാസ് കാണുന്നത്. രണ്ടാമത്തെ നിങ്ങൾ വായിക്കുന്ന കാര്യം വരും, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ 12 മണിക്കൂർ. അപ്പോൾ നീറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി 12 hours+ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഡെയിലി ബാക്കി ആക്ടിവിറ്റീസിന് ഐസോലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി 12 hours+ ഇരിക്കാനുള്ള നിർബന്ധിതാവസ്ഥ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ മൂവ് ചെയ്ത് കുറച്ച് കഴിഞ്ഞോ എന്നൊന്നും നോക്കാതെ തന്നെ തുടക്കം മുതൽ തന്നെ നിങ്ങൾ 12 hours അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഇൻവെസ്റ്റ് ചെയ്ത ഹവേഴ്സാണ് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് തരിക. അതിൽ ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ടാണോ അല്ലെങ്കിൽ വായിച്ച് പഠിക്കുന്നതാണോ കൂടുതൽ നല്ലത്, ബൈ ഹാർട്ട് പഠിക്കുന്നതാണോ കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുന്നതാണോ കൂടുതൽ നല്ലത് ചോദിക്കുന്നുണ്ട്. ഞാനതൊരു ഡിഫറെൻറ്റ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഈ 2 രൂപത്തിലല്ല നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് പഠിക്കുന്നത് എന്നാണ്. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ ബൈ ഹാർട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അറിയാം കുറച്ച് കാലത്തേക്ക് നിൽക്കുള്ളൂ, ഒരു ഷോർട്ട് ഡ്യൂറേഷനാണ്. ഈ ഷോർട്ട് ഡ്യൂറേഷന് വരുന്നത് നമ്മൾ റിപ്രൊഡ്യൂസ് ചെയ്ത് എക്സാം എഴുതാൻ പോകുന്നവർ പോലെയാണ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പെർട്ടിക്കുലർ വേല അതിൻ്റെ എല്ലാ ഇൻഡെപ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് കുറച്ചുകൂടി നന്നായി ചിന്തിച്ചുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 മെത്തേഡും അല്ല ആക്ച്വലി നീറ്റ് പോലുള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ബൈ പ്രാക്ടീസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചെയ്ത് പരിശീലിച്ച് മൾട്ടിപ്പിൾ ടൈംസ് പരിശീലിച്ച് നമ്മൾ ആ കാര്യങ്ങൾ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഈവൻ ദോ നിങ്ങൾ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ബൈ ഹാർട്ട് എന്നുള്ളതിന് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷെ അതൊരു ഡിഫറെന്റ് രൂപത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ചില കോഡുകളോ കാര്യങ്ങളോ ഒക്കെ ഉപയോഗിച്ച് ചിലപ്പോൾ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും. അത് ചെറിയൊരു പാർട്ട്. ഡെഫിനറ്റ്ലി കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് മനസ്സിലാക്കുക എന്ന് തന്നെയാണ് അതിന്റെ ഒരു എയിമെങ്കിലും ആ ഒരു കാര്യം മാത്രം അവിടെ അപ്ലൈ ചെയ്താൽ പോരാ എന്നുള്ളതാണ്. നമുക്ക് എല്ലാ ഈ കൺസെപ്റ്റുകളും വളരെ കുറഞ്ഞ സമയത്ത് എക്സാമിന് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞത് പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ്. നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് കുറെ തവണ പ്രാക്ടീസ് ചെയ്ത്
ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ 12 hours നമുക്ക് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മളെ ഒരു മിനിമം റിക്വയർമെന്റ് ആണ്. അത് 12 എന്നുള്ളത് 24 hours ഒരു ഡേ ആയതുകൊണ്ടാണ് നമുക്ക് 8 മണിക്കൂറോ അല്ലെങ്കിൽ 7 മണിക്കൂറോ ഉറങ്ങുന്ന ബാക്കിയുള്ള നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് വേണം എന്നുള്ളത് കൊണ്ടാണ് അത് 12 ആയത്. അപ്പോൾ നമുക്ക് കഴിയുന്ന അത്ര ഹവേഴ്സ് അതിലേക്ക് ആഡ് ചെയ്യുക. നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യേണ്ട, ഫുഡ് കഴിക്കേണ്ട മിനിമം ടൈം എടുത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പ്രാക്ടീസിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ 12 hours കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി അതേ രൂപത്തിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.